ഓം ശാന്തി. ഈ ശരീരത്തിൽ വിരാജമാൻ ഭൃഗുടി മധ്യത്തിൽ പ്രകാശിക്കുന്ന ഞാനൊരു ദിവ്യ നക്ഷത്രമാണ്. അതിസൂക്ഷ്മ ജ്യോതി ബിന്ദു സ്വരൂപ ആത്മാവാണ്. എൻ്റെ വീടായ പരമധാമത്തിൽ നിന്നും ഈ സൃഷ്ടിയാകുന്ന രംഗമഞ്ചത്തിൽ അവതരിച്ച പരിധിയില്ലാത്ത ഡ്രാമയിൽ എൻ്റെ പാർട്ട് അഭിനയിക്കുന്നു. ഇപ്പോൾ സംഗമയുഗത്തിൽ സ്വയം പതിത പാവനൻ പരമാത്മാ എൻ്റെ പ്രിയ ബാബ വന്നിരിക്കയാണ്. എന്നെ ഈ പതിത ലോകത്തിൽ നിന്നും മുക്തമാക്കി പാവനമാക്കി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. സ്വയം ജ്ഞാനസാഗരൻ സർവശക്തിവാൻ പരംപിത പരമാത്മാ എൻ്റെ മുന്നിലുണ്ട്. പരം ജ്യോതി ശോഭാബയിൽ നിന്നും പുറപ്പെടുന്ന സർവശക്തികളുടെയും സർവഗുണങ്ങളുടെയും കിരണങ്ങളെ ഞാൻ സ്വയം തന്നിലേക്ക് സമാഹരിക്കുന്നു. ഞാൻ സർവഗുണസമ്പന്ന സർവശക്തികളാലും സമ്പന്നമായിക്കൊണ്ടിരിക്കുന്നു. സമ്പൂർണമായി തീരുന്നു. ബാബയ്ക്ക് സമാന സ്ഥിതിയുടെ അനുഭവം ചെയ്യുന്നു. ഇപ്പോൾ എനിക്ക് ഒരേ ഒരു ചിന്തയാണ്, എൻ്റെ പിതാവിൻ്റെ കൂടെ വീട്ടിലേക്ക് മടങ്ങണം. ഈ ദേഹത്തിൻ്റെയും ദേഹത്തിൻ്റെ സർവസംബന്ധങ്ങളിൽ നിന്നും മുക്തമായി ഞാൻ ബാബയുടെ കൂടെ ഉയർന്നു പോകുകയാണ്. മുക്തിധാമത്തിലേക്ക് പറക്കുകയാണ്. ഈ ശബ്ദലോകത്തിൽ നിന്നും വളരെ അകലെ സൂക്ഷ്മവതനത്തിൽ നിന്നും ദൂരെ എൻ്റെ വീടായ പരമധാമത്തിൽ ഞാൻ എത്തിച്ചേരുന്നു. ശബ്ദത്തിൽ നിന്നും ദൂരെ ആത്മാക്കളുടെ ലോകമാണിത്. ഇവിടെ ദൂരെ ദൂരെ വരെ സ്വർണ്ണ നിറമുള്ള ചുവന്ന പ്രകാശം വ്യാപിച്ചിരിക്കുന്നു. ചുറ്റും അസീമമായ ശാന്തിയാണ്. ഇവിടെ മുക്തിധാമത്തിൽ ഞാൻ ആത്മിക് സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. നിർസങ്കൽപ്പ ബീജരൂപസ്ഥിതി. മുക്തിധാമത്തിൽ ഞാൻ ബീജരൂപാത്മാ ബിന്ദു രൂപ ശോഭാബയുടെ കൂടെ സമ്പൂർണ്ണ അവസ്ഥയിലിരിക്കുന്നു. ഈ സമ്പൂർണ്ണ അവസ്ഥയിൽ മുക്തിധാമത്തിൽ നിന്നും താഴേക്കിറങ്ങി ഞാൻ സമ്പൂർണ്ണ ആത്മാ എൻ്റെ ജീവൻ മുക്ത സ്വരൂപത്തിൽ അവതരിക്കുന്നു.
ഞാൻ അലങ്കരിക്കപ്പെട്ട രാജ്യാധികാരി ദേവതാ സ്വരൂപത്തിലാണ്. സ്വർഗത്തിൻ്റെ പാവന ലോകത്തിൻ്റെ അധികാരിയാകുന്നു. സ്വർഗത്തിൽ എനിക്ക് സമ്പൂർണ്ണ സുഖ, ശാന്തി, അഗൂഢ ധനസമ്പത്ത് സർവ്വതും പ്രാപ്തമാണ്. ഞാൻ എൻ്റെ രാജധാനിയിൽ ദേവി പരിവാരത്തിൽ അളവറ്റ സുഖത്തിലാണ്. പ്രകൃതിയും ഈ ലോകത്തിൽ സുഖദായിയാണ്. 5 തത്വങ്ങളും സതോപ്രധാനമാണ്. ഞാൻ ഈ സതോപ്രധാന ലോകത്തിൻ്റെ സ്വർഗത്തിൻ്റെ 21 ജന്മങ്ങളുടെ അധികാരിയാകുന്നു. ഞാൻ ഈ ലഹരിയിലാണ്. എൻ്റെ പാരലൗകിക പിതാവ് സ്വർഗം നിർമ്മിക്കുന്നു. ഞാൻ ആ ലോകാത്ഭുതത്തിൻ്റെ അധികാരിയായി മാറുകയാണ്. ബാബയുമായി കൂട്ടുകെട്ടിലൂടെ ഞാൻ മുക്തി, ജീവൻ മുക്തിയുടെ അധികാരിയായി മാറുന്നു. ബാബയുടെ സംഘം മറുകരയ്ക്കെത്തിക്കുന്നു. ബാബ എന്നെ സ്വന്തമാക്കി ആസ്തികനും ത്രികാലദർശിയുമാക്കി മാറ്റുന്നു. ഞാൻ രചയിതാവിൻ്റെയും രചനയുടെയും ആദി, മധ്യ, അന്ത്യത്തെ അറിയുന്നു. ഇപ്പോൾ ബാബ എന്നെ ക്ഷേത്രത്തിലിരിക്കാൻ യോഗ്യനാക്കി മാറ്റുന്നു. ബാബയുടെ സംഘം മുക്തി, ജീവൻ മുക്തിയിലേക്ക് കൊണ്ടുപോകുന്നു. രാവണന്റെ സംഘം ദുർഗതിയിലേക്ക് കൊണ്ടുപോകുന്നു. സർവരുടെയും സദ്ഗതി ദാതാവ് ഒരേ ഒരു ബാബയാണ്. ബാബ അനവധി യുക്തികൾ പറഞ്ഞു തരുന്നു. പക്ഷേ കുട്ടികൾ ദേഹാഭിമാനം കാരണം മറന്നു പോകുന്നു. ദേഹി അഭിമാനിയായി മാറിയാലേ ധാരണയുണ്ടാകുകയുള്ളൂ. ബാബ പറയുന്നു, വികാരങ്ങളെ ജയിക്കൂ, എങ്കിൽ ജഗത് ജീത്തായി മാറും. ബാബ സ്നേഹസാഗരനാണ്. ഞാൻ ബാബയെപ്പോലെ ജ്ഞാനസാഗരനായി മാറണം. ബാബ ദേഹി അഭിമാനിയാക്കി മാറ്റുമ്പോൾ ഞാൻ പാവനമാകുന്നു. ബാബ പറയുന്നു, കേവലം എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ പാവനമായി മാറാം. ബാബയുടെ നിർദ്ദേശമാണ്, ദയാഹൃദയരായി മാറൂ. ആത്മാക്കളെ സുഖിയാക്കി മാറ്റൂ. ആദ്യം ഞാൻ ദേഹി അഭിമാനിയായി മാറുന്നു, പിന്നെ എല്ലാവർക്കും സന്ദേശമെത്തിക്കുന്നു. ഞാൻ ദയാഹൃദയനായി മാറി ദുഃഖികളായ ആത്മാക്കളെ സുഖികളാക്കി മാറ്റുന്ന സേവനം ചെയ്യുന്നു. ബാബയ്ക്ക് സമാനം മാസ്റ്റർ സ്നേഹസാഗരമായി മാറണം. ഞാൻ ഭഗവാന്റെ കുട്ടിയാണെന്നുള്ള ലഹരിയിൽ അഥവാ സന്തോഷത്തിലിരിക്കുന്നു. ദേഹി അഭിമാനിയായി ജ്ഞാനത്തിൻ്റെ ധാരണ ചെയ്യുന്നു.
ബാബ വരദാനം നൽകുന്നു. മാസ്റ്റർ, ദിലാരാമനായി ഭവിക്കൂ. ബാബയ്ക്ക് സമാനം വരദാനിയായി മാറി സർവരുടെയും ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകുന്നു. സദാ സ്നേഹി സഹയോഗികളാണ് എന്ന ആശീർവാദങ്ങൾ എല്ലാവരുടെയും ഹൃദയത്തിൽ നിന്നും ഉയരുന്നു. ആരാണോ സദാ നിശ്ചിന്ത ചക്രവർത്തിയായിരിക്കുന്നത് അവരാണ് സംഗമയുഗത്തിലെ ശ്രേഷ്ഠാത്മാക്കൾ. ഓം ശാന്തി.